നോക്കി കാണാൻ സാധിക്കും. ഏകദേശം മാർക്കറ്റ് ഒരു 1600 പോയിന്റ് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയും മാർക്കറ്റ് ഒരു 800 പോയിന്റോടെ മൂവ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു മൂവ്മെന്റ് തന്നെ നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് നെക്സ്റ്റ് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് 61,000 ആണ്. ഹായ് ഓൾ, ട്രേഡ്മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്കത് നോക്കാം, ക്രിപ്റ്റോ അവസ്ഥ എന്താണ്, മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ട്രേഡ്സുകൾ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഡേ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ചെറിയൊരു ബുള്ളിഷ്നെസ് കാണിച്ചു. ഇതൊരു മാർക്കറ്റ് ബുള്ളിഷ് സൈഡിലേക്കുള്ള മൂവ്മെന്റ് അല്ല. മാർക്കറ്റ് എക്സാക്ട് ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ബെയറിഷ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോണിൽ നിന്ന് എക്സാക്ട് മാർക്കറ്റ് താഴത്തേക്കുന്ന ഒരു അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ്. നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഏകദേശം ഒരു 1600 1700 പോയിന്റ് ഇന്നത്തെ ദിവസം അപ്പ് ആൻഡ് ഡൗൺ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒരു എൻട്രി ഓൾറെഡി പറഞ്ഞിരുന്നു. ഇന്നത്തെ സെക്ഷൻ നമ്മളൊരു എൻട്രി ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ നമ്മുടെ ലൈവിലും ഇന്നലെ ഈ സെയിം എൻട്രി നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു. അത് ഇന്നലെ എൻട്രി ആയത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ആ ഒരു സോണിൽ കിട്ടിയാൽ മാത്രം നമുക്ക് എൻട്രി മതിയെന്നാണ് ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നത്. അതിന് തൊട്ട് താഴത്ത് നല്ലൊരു സോണാണെന്നും ആ സോണിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് എൻട്രി വേണ്ട, നമുക്ക് എക്സാക്ട് ഈ ഒരു സോണിൽ കിട്ടിയാൽ മാത്രം എൻട്രി എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു 1 അവറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ഇന്നലെ എത്താൻ സാധാരണ ലൈവിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കറ്റ് എക്സാക്ട് ആ ഒരു സോണിൽ എത്തുകയും അതിനുശേഷം ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ എൻഡ് സോൺ, നമ്മൾ ഓൾറെഡി ലിമിറ്റ് പ്രൈസ് ഇട്ടിരുന്ന നമ്മുടെ എൻഡ് സോണിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയും അവിടുന്ന് മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ്മെന്റ് തരുകയും ചെയ്തു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഏകദേശം മാർക്കറ്റ് ഒരു 1600 പോയിന്റ് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയും മാർക്കറ്റ് ഒരു 800 പോയിന്റോടെ മൂവ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു മൂവ്മെന്റ് തന്നെ നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ബാക്കി ക്വാണ്ടിറ്റി താഴത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഈ രണ്ട് ഏരിയയിൽ ഈക്വൽ ലോസ് ഉണ്ട്. ലിക്വിഡിറ്റീസ് ഈ ഏരിയയിലേക്ക് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ടാപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാക്ട് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വരും എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. എക്സാക്ട് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയും അതിനുശേഷം ഇവിടെയുള്ള ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്യാനുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നത് മാർക്കറ്റ് എക്സാക്ട് കറക്റ്റീവായിട്ടാണ് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് തിരിച്ച് താഴത്തേക്ക് വരുന്നത് ഇമ്പൾസീവ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങളോട് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് അത്രയും കറക്റ്റീവായിട്ട് മൂവ് ചെയ്ത മാർക്കറ്റിനെ ഏകദേശം വളരെ കുറച്ച് ക്യാൻഡിൽസ് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സ്റ്റിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഇവിടുന്ന് താഴത്തേക്കാണ് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. നമ്മുടെ വ്യൂ താഴത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. ഈ ഒരു കറക്റ്റീവ്നെസ്സിനും നമ്മൾ ട്രേഡ്സുകൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു സോണിൽ എക്സാക്ട് താഴത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ നമ്മുടെ വ്യൂ ബുള്ളിഷാണ്. നമ്മൾ മാർക്കറ്റ് ഈ ഒരു സോണിലേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് നെക്സ്റ്റ് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് 61,000 ആണ്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്ട് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ട്രേഡ് എങ്ങോട്ട് മൂവ് ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ട്രേഡ്സ് ടാർഗറ്റ് ആവുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ എന്തായാലും നോക്കാം. അത് നിങ്ങൾ ഈ ഒരു ട്രേഡ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റിൽ ഞങ്ങൾ എന്തായാലും ഈ ട്രേഡ്സിന്റെ പാർഷ്യൽ ക്വാണ്ടിറ്റി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വരുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ്സിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.